ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പാക്ക് ഓഫ് 3 ആണ്. ഇതിൻ്റെ ഉള്ളിൽ 3 എണ്ണം വരുന്നുണ്ട്. ഗൈസ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി KinderJoy ആണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ടോയ് നമുക്ക് കിട്ടും നോക്കാം. ഇത് അവിടെ കുറെ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒന്നും അറിയില്ല. അപ്പോൾ ഇതേപോലുള്ള പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് നോക്കി നോക്കാം ഈ ഒരു KinderJoy ഉള്ള എന്തൊക്കെ നമുക്ക് കിട്ടാൻ പോണേന്ന്. പാക്ക് ഓഫ് 3 3 മുട്ട ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ 3 KinderJoy നമുക്കിത് ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഒരെണ്ണം തുറന്നു. ഇതിലേതില്ല ടോയ്? ഇതിലാ ടോയ് കേട്ടാ. എന്തോ ടൈപ്പ് സാധനം കിട്ടിയാൽ തോന്നുന്നു കേട്ടോ. എന്താ ഇത് മാത്രമല്ലോ ഗൈസ്, പറ്റിച്ചു. എന്തിട്ടത് ഈ ഫോട്ടോ ആണല്ലോ മനസ്സിലാവുള്ളൂ എന്ത് സാധനം. ഗൈസ് ഇതൊരു ഫോൺ ഹോൾഡറാണ് കേട്ടോ. ഫോൺ ഇരിക്കുന്നില്ലല്ലോ ഇതിൽ. അതെ, ഫോൺ ഇങ്ങനെ വെക്കാനുള്ള ഒരു ഫോൺ ഹോൾഡറാണ് തന്നെ നോക്കുന്നത് കേട്ടോ. ബാഗുമ്പോഴൊക്കെ മറ്റേ ഞാത്തിയിട്ട് കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞു. ആ ഒരു സാധനമാണ് ആദ്യത്തെ KinderJoy ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയത്. കിട്ടിക്കട്ടെ, നമുക്ക് രണ്ടാമത്തെ ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. രണ്ടാമത്തെ നമുക്ക് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കി നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് ടോയ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലെങ്കിലും ബാറ്റ്മാനെ കിട്ടിയാൽ മതിയായിരുന്നു പ്രാർത്ഥിച്ച് നമുക്ക് തുറന്ന് നോക്കാം. ഓ ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു പടസാൻഡാവിനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങോരെയാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളൊരു സൂപ്പർ ഹീറോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഏതാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയൂ? ബാറ്റ്മാൻ തന്നെയാണ് ഗൈസ്. ഇത് ബാറ്റ്മാൻ തന്നെയാണ്, ഗോൾഡൻ സ്യൂട്ട് ഇട്ടിട്ടുള്ള ഗോൾഡ് ബ്ലാക്ക് മാൻ. അപ്പം അതിനാണ് നമുക്ക് രണ്ടാമത്തേൽ കിട്ടിയിട്ടുള്ളത്. ഇരിക്കട്ടെ, അപ്പോൾ ഈ 2 കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ഓടിച്ച് നോക്കാം. മൂന്നാമത്തേൽ നമുക്ക് ബ്ലാക്ക് മാനെ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ബാറ്റ്മാനെ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഓക്കെ, മൂന്നാമത്തേൽ എന്താ നിങ്ങളെൻ്റെ ആദ്യം കണ്ടോ? ഞാൻ കാണുന്നില്ല. എന്തിട്ടാ എന്തിട്ടത്? ഇതിങ്ങനെ ഞെക്കാൻ വേണ്ട എന്താ സാധനം? പോപ്പറ്റ്, ഒരെണ്ണമുള്ള പോപ്പറ്റ്, ഒരെണ്ണം മാത്രമുള്ള പോപ്പറ്റാന്ന് തോന്നുന്നത്. ഒരു സ്റ്റിക്കർ ഉണ്ട് കേട്ടോ ഒരെണ്ണം. ഇതിൻ്റെ ഉള്ളും കയറുണ്ട്. ഇതും മറ്റേ കീ ചെയിനാക്കി ഇടാൻ പറ്റുന്ന സംഭവമാണ് ബാഗുമ്പോഴൊക്കെ. ഗൈസ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ തന്നിട്ടുള്ള മുട്ടിക്കുള്ള സ്റ്റിക്കറും കൂടി ഉണ്ട് കേട്ടോ. നമുക്കൊരു സൂപ്പർ ഹീറോ തന്നെയാണ് ഇതും. കണ്ട ഈ സൂപ്പർ ഹീറോൻ്റെ മറ്റേ പോപ്പറ്റാണ് കേട്ടോ അത്. കണ്ട പോപ്പറ്റ്, ഇതാണ് സംഭവം. ഇതാണ് ഈ 3 ഗിഫ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കണ്ടോ? അപ്പോൾ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം കഴിച്ചു നോക്കാം. KinderJoy ടേസ്റ്റ് ചെയ്ത് നോക്കി അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിനൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളതാണ്. അന്നും ഇന്നും പൊട്ടിച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റി കുറച്ചവർ കാണുമ്പോൾ ക്വാണ്ടിറ്റി കുറവ്. അടിയിൽ മാത്രമേ തരിയുള്ള പോലെ ഇപ്പോൾ തോന്നേട്ടാ. കഴിച്ചു നോക്കാം. അന്നത്തെ അതേ രസമല്ല. പണ്ട് ചെറുപ്പത്തിൽ കഴിക്കുമ്പോൾ സംഭവം 2 വാരങ്ങളുള്ളൂ. അത് കഴിഞ്ഞാൽ ഐറ്റം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു KinderJoyക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 10-9 കേട്ടോ. കാരണം ഇതിൻ്റെ ടേസ്റ്റൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതിന് ഇഷ്ടം പോലെ ഫാൻസ് ഉള്ള. അപ്പോൾ ഈ KinderJoy നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണ്ട. നമ്മൾ എപ്പോഴും കഴിച്ചിട്ടുണ്ടെങ്കിലാ പറയാറ്. ഈ ഒരു KinderJoy കഴിക്കാത്തതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിക്കാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു പ്രൊഡക്റ്റ് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.